10-20 വർഷം പിന്നോട്ടൊന്ന് പോണം. അക്കാലത്ത് സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം നേരിൽ കണ്ടാൽ പോലും മിണ്ടാത്തൊരു കാലമുണ്ട്. നമ്മളിൽ പലരും ആ കാലഘട്ടം പിന്നിട്ട് വളർന്നു വന്നവരാണ്. പിന്നീട് പഠനം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം കൂട്ടുകാരെ കാണാനും പരിചയം പുതുക്കാനും എന്ന രീതിയിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അവിടെ പുതിയ സൗഹൃദങ്ങൾ നമ്മെ തേടി വരുമ്പോൾ സ്വന്തം കുടുംബം തകരുന്നത് പലരും തിരിച്ചറിയാറില്ല. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ നമ്മുടെ നാട്ടിലെ പല ദാമ്പത്യ ബന്ധങ്ങളും തകർത്തിട്ടുണ്ട്. കണ്ണൂർ കൈതപ്രത്തെ രാധാകൃഷ്ണന്റെ വീട്ടിലെ ദുരന്തത്തിന് പിന്നിലും കാരണം അതാണ്. 10ാം ക്ലാസ്സിൽ ഒന്നിച്ചു പഠിച്ച സന്തോഷും മിനി നമ്പ്യാരും 2 പതിറ്റാണ്ടിന് ശേഷം വീണ്ടും കണ്ടുമുട്ടുന്നു. അവിടെ തുടങ്ങിയ വഴിവിട്ട സൗഹൃദം മിനിയുടെ ഭർത്താവിന്റെ കൊലപാതകത്തിലാണ് കലാശിച്ചത്. കൈതപ്പുറം സ്വദേശി രാധാകൃഷ്ണനെ കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യയുടെ പങ്കും തെളിഞ്ഞതോടെ BJP നേതാവ് കൂടിയായ മിനിയും അറസ്റ്റിലായി. ഇതോടൊപ്പം മംഗളൂരുവിലെ മലയാളി യുവാവിന്റെ കൊലപാതകവും പോത്തൻകോട് സുധീഷ് കൊലക്കേസിലെ ശിക്ഷാവിധിയും ഉൾപ്പെടെ പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. എന്റെ പെണ്ണിനെ ഞാൻ വിട്ടുതരില്ലെന്നും എനിക്ക് വേണമെന്നും കാമുകന്റെ പരസ്യ പ്രഖ്യാപനം. പിന്നാലെ ഭാര്യയെ അടിച്ചു ഭർത്താവ്. ഒടുവിൽ കണ്ണൂർ കൈതപ്പുറത്തെ രാധാകൃഷ്ണനെ ഭാര്യയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തുന്നു. രാധാകൃഷ്ണനെ വെടിവെച്ച് കൊന്ന കേസിൽ ഭാര്യയുടെ കാമുകൻ സന്തോഷ് നേരത്തെ പിടിയിലായതാണ്. ഭാര്യയുടെ പങ്കുകൂടി പുറത്തു വന്നതോടെ BJP നേതാവായ മിനി നമ്പ്യാരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മിനിയുടെ ഫോണിൽ കണ്ട ഒരു ഫോട്ടോയിൽ തുടങ്ങിയ പ്രശ്നമാണ് അരുൺ കൊലയിൽ കലാശിച്ചത്. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ചുള്ള സൗഹൃദം പ്രണയമായി വളർന്നപ്പോൾ തകർന്നത് 2 കുടുംബങ്ങളാണ്. കൈതപ്പുറത്തെ ഗുഡ്സ് ഓട്ടോ ഡ്രൈവർ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ നിർണായക വഴിത്തിരിവ്. ഭാര്യ മിനി നമ്പ്യാർക്കും കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞു. പ്രേരണ കുറ്റം ചുമത്തി പരിയാരം പോലീസ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. BJP മുൻ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ മിനി പൊതുപ്രവർത്തക കൂടിയാണ്. ചൊവ്വാഴ്ച ഉച്ചയോടെ ചോദ്യം ചെയ്യലിനായി പരിയാരം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ NK സന്തോഷ് നേരത്തെ അറസ്റ്റിലായിരുന്നു. ദീർഘകാലമായി മിനി നമ്പ്യാർ ഇയാളുമായി അടുപ്പത്തിലായിരുന്നു. ഇരുവരും തമ്മിലുള്ള വാട്സാപ്പ് സന്ദേശങ്ങളും ഫോൺ രേഖകളും പോലീസ് വിശദമായി പരിശോധിച്ചിരുന്നു. കൊലപാതകം നടന്ന മാർച്ച് 20-ന് സന്തോഷും മിനി നമ്പ്യാരും തമ്മിലുള്ള ഫോൺ സന്ദേശങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഗൂഢാലോചനയിൽ മിനി നമ്പ്യാർക്കും പങ്കുണ്ടെന്ന് കണ്ടെത്തിയത്. ഇരുവരും തമ്മിലുള്ള അടുപ്പം രാധാകൃഷ്ണൻ പലതവണ ചോദ്യം ചെയ്തിരുന്നു. കൊലപാതകം നടന്ന ദിവസം ഇതേ ചൊല്ലി തർക്കമുണ്ടായി. രാധാകൃഷ്ണൻ പുതുതായി നിർമ്മിക്കുന്ന വീട്ടിൽ വെച്ചാണ് കൊലപാതകം നടന്നത്. മാതമംഗലത്തെ വീട്ടിൽ നിന്ന് കൊലപാതകം നടന്ന ദിവസം മിനി അടുത്തു തന്നെയുള്ള അമ്മയുടെ വീട്ടിൽ എത്തിയിരുന്നു. വെടിവെച്ച് കേട്ടിട്ടും കൊലപാതകം നടന്ന വീട്ടിലേക്ക് മിനി നമ്പ്യാർ എത്തിയിരുന്നില്ല. ഇതും ദുരൂഹത ഉയർത്തി. കേസിൽ 3ാം പ്രതിയാണ് മിനി. തോക്ക് നൽകിയ സിജോ ജോസഫ് 2ാം പ്രതിയാണ്. ഇയാളുടെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. കൈതപ്പുറത്ത് നിർമ്മാണം നടക്കുന്ന വീട്ടിൽ വെച്ച് മാർച്ച് 20-ന് രാത്രി 7-ഓടെയാണ് രാധാകൃഷ്ണൻ വെടിയേറ്റ് മരിച്ചത്. മിനിയുമായുള്ള സൗഹൃദം എതിർത്തതിന്റെ വൈരാഗ്യത്തിലാണ് രാധാകൃഷ്ണനെ കൊലപ്പെടുത്തിയതെന്ന് സന്തോഷ് പോലീസ് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരുന്നു. മിനിയുമായുള്ള സന്തോഷിന്റെ സൗഹൃദം രാധാകൃഷ്ണന്റെ കുടുംബ ബന്ധത്തെ ബാധിച്ചിരുന്നു. സഹപാഠികളായ സന്തോഷും മിനിയും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലാണ് വീണ്ടും കണ്ടുമുട്ടിയത്. പിന്നീട് രാധാകൃഷ്ണന്റെ വീട് നിർമ്മാണത്തിന് സന്തോഷ് സഹായിയായി. ഭാര്യയുടെ കാര്യത്തിൽ സന്തോഷ് കൂടുതൽ ഇടപെടാൻ തുടങ്ങിയപ്പോൾ രാധാകൃഷ്ണൻ എതിർത്തു. ഇതോടെ രാധാകൃഷ്ണനെ സന്തോഷ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. പരിയാരം പോലീസ് സ്റ്റേഷനിൽ രാധാകൃഷ്ണൻ നൽകിയ പരാതിയെ തുടർന്ന് ഇരുവരെയും സ്റ്റേഷനിൽ വിളിപ്പിച്ച് ചർച്ച നടത്തിയിരുന്നു. കൊലപാതകം നടന്ന ദിവസം നിനക്ക് മാപ്പില്ല എന്ന് സന്തോഷ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരുന്നു. റിമാൻഡിലായിരുന്ന കേസിലെ 1ാം പ്രതി സന്തോഷിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു. 1ാം പ്രതി സന്തോഷുമായി ഇവരുടെ അതിരുകടന്ന സൗഹൃദം സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമായി പരിശോധിച്ച ശേഷം ചോദ്യം ചെയ്യുകയും
ഇതിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രാധാകൃഷ്ണനെ കൊലപ്പെടുത്താൻ ഒത്താശ ചെയ്യുകയും ചെയ്തു എന്ന കുറ്റത്തിന് മിനി നമ്പ്യാരെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. കൊലയ്ക്ക് മുൻപും ശേഷവും മിനി പ്രതിയുമായി ഫോണിൽ സംസാരിച്ചതിനും പോലീസിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. പയ്യന്നൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കണ്ണൂർ. അടിയും തിരിച്ചടിയും ഗുണ്ടാ കുടിപ്പകയും ഒക്കെ തിരുവനന്തപുരത്തെ ഗുണ്ടാ സംഘങ്ങൾക്ക് പുതുമയുള്ളതല്ല. ഗുണ്ടാ കുടിപ്പകയെ തുടർന്ന് പലരുടെയും ചോര പൊടിഞ്ഞിട്ടുള്ള നാടാണിത്. എന്നാൽ ഒരു ഗുണ്ടയെ കൊല്ലാൻ വിവിധ സംഘത്തിൽപ്പെട്ടവർ ഒന്നിക്കുന്നു. പിന്നീട് ആസൂത്രിതമായി സംഘടിച്ചെത്തി കൃത്യം നടത്തുന്നു. കുട്ടികളുടെ മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് മടങ്ങുന്നു. തിരുവനന്തപുരം പോത്തൻകോട് സുധീഷ് വധക്കേസ് അത്രമേൽ ഭയപ്പെടുത്തുന്ന ഓർമ്മയാണ്. സുധീഷ് വധക്കേസിൽ 4 വർഷത്തിന് ശേഷം മുഴുവൻ പ്രതികൾക്കും കോടതി ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. കുപ്രസിദ്ധ ഗുണ്ടക്കളായ സുധീഷ് ഉണ്ണി, ഒട്ടകം രാജേഷ് ഉൾപ്പെടെ 11 പ്രതികൾക്ക് ജീവപര്യന്തമാണ് ശിക്ഷ. പേടി കാരണം സാക്ഷികൾ ഉൾപ്പെടെ കൂറുമാറിയ കേസിൽ CCTV ദൃശ്യങ്ങളാണ് നിർണായകമായത്. പോത്തൻകോട് കല്ലൂർ സ്വദേശി സുധീഷിനെ വീട്ടിൽ കയറി കൊന്ന് കാൽ വെട്ടിയെറിഞ്ഞ കേസിലാണ് കുപ്രസിദ്ധ ഗുണ്ട ഒട്ടകം രാജേഷ് ഉൾപ്പെടെ 11 പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. സുധീഷിന്റെ കാൽ വെട്ടിയ 1-ാം പ്രതി ഉണ്ണി എന്ന സുധീഷിനും 18ഓളം ക്രിമിനൽ കേസുകൾ പ്രതിയായ ഒട്ടകം രാജേഷിനും വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. എന്നാൽ ഈ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. നിരവധി പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്ന കേസിൽ മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞത് നേട്ടമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ഗീനകുമാരി. തീർച്ചയായും വിധിയെ സ്വാഗതം ചെയ്യുന്നു. ജുഡീഷ്യറിക്ക് വേണ്ടി ഇവിടുത്തെ സ്പെഷ്യൽ ജഡ്ജ് എ ഷാജഹാൻ സാറ് സമൂഹത്തിന് കൊടുത്ത സന്ദേശമാണ്. ഇവിടുത്തെ ക്രിമിനലുകളെ സംബന്ധിച്ച് ഇതൊരു വാണിംഗ് ആണ്. കാരണം കൊലപാതകം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത ശേഷം സാക്ഷികളെ സ്വാധീനിച്ച് ഇനിയും ജുഡീഷ്യറിയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ള ധാരണ മാറ്റിമറിക്കുന്ന വിധിയായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. മകനെ ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതികൾ ഇനി സമൂഹത്തിലിറങ്ങി നടക്കരുതെന്ന് കൊല്ലപ്പെട്ട സുധീഷിന്റെ അമ്മ ലീല പറഞ്ഞു. ജീവിതകാലം മൊത്തം ജയിലിൽ തന്നെ തൂക്കി കൊല്ലണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാനെങ്കിലും ഒന്നിനെ കൊല്ലണം, തൂക്കി കൊല്ലണം. എന്നാലേ അവന്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും വേദന ഉണ്ടാവുള്ളൂ. നെടുമങ്ങാട് SC/ST പ്രത്യേക കോടതി ജഡ്ജി എ ഷാജഹാനാണ് വിധി പ്രസ്താവിച്ചത്. ചെറിയ മക്കളും പ്രായമായ മാതാപിതാക്കളും വീട്ടിലുണ്ടെന്നും ശിക്ഷാ ഇളവ് നൽകണമെന്നായിരുന്നു പ്രതികളുടെ വാദം. എന്നാൽ ഇതുപോലെ മാതാപിതാക്കൾ കൊല്ലപ്പെട്ട സുധീഷിനുമുണ്ടെന്നും അവരുടെ മകൻ ഇപ്പോൾ ജീവനോടെയില്ലെന്നും പ്രോസിക്യൂഷൻ തിരിച്ചടിച്ചു. 2021 ഡിസംബർ 11-നായിരുന്നു സുധീഷ് ഒളിവിൽ താമസിച്ചിരുന്ന കല്ലൂരിലെ വീട്ടിൽ കയറി ഗുണ്ടാ സംഘം ക്രൂര കൊലപാതകം നടത്തിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. 2 കൊലപാതകം ഉൾപ്പെടെ 28ഓളം ക്രിമിനൽ കേസുകൾ. എന്നാൽ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഒട്ടകൻ രാജേഷ് ആദ്യമായാണ് ഒരു കേസിൽ ശിക്ഷിക്കപ്പെടുന്നത്. പോത്തൻകോട് സുധീഷ് കൊലപാതകത്തിന്റെ പ്രധാന ആസൂത്രകൻ രാജേഷ് ആയിരുന്നു. അതിക്രൂരമായി ആരെയും ഭയപ്പെടുത്തുന്ന രീതിയിൽ നടത്തിയ കൊലപാതകം. സുധീഷിന്റെ കാൽ വെട്ടിയെടുത്ത ശേഷം അതുമായി റോഡിലൂടെ ബൈക്കിൽ കറങ്ങിയ പ്രതികൾ നടത്തിയ ആഘോഷത്തിന്റെ ദൃശ്യങ്ങൾ ഇന്നും ഞെട്ടലുളവാക്കുന്നതാണ്. ഒരേ സമയം നാടിനെ നടുക്കിയതും ജനങ്ങളെ ഭീതിയിൽ ആഴ്ത്തിയതുമായ സംഭവമായിരുന്നു പോത്തൻകോട്ടെ സുധീഷിന്റെ കൊലപാതകം. ലഹരി ഗുണ്ടാ സംഘങ്ങളുടെ പകയിലാണ് മറ്റൊരു ഗുണ്ടയായ സുധീഷിന് ജീവൻ നഷ്ടമായത്. കൊല്ലപ്പെട്ട സുധീഷും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നു. സുധീഷിനായി പോലീസിന്റെ തെരച്ചിൽ നടക്കുന്നതിനിടെയാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന വീട്ടിലെത്തി ഗുണ്ടകൾ കണക്ക് തീർത്തത്. സുധീഷിന്റെ ഒളിത്താവളത്തെക്കുറിച്ച് അന്നേ ദിവസം വരെ പോലീസിന് യാതൊരു സൂചനയും ലഭിച്ചിരുന്നില്ല.
പക്ഷേ ഗുണ്ടകൾക്ക് കൃത്യമായ വിവരം ലഭിച്ചത് പോലീസിനെ പോലും അമ്പരപ്പിച്ചു. പല കാരണങ്ങളാൽ സുധീഷിനോട് ശത്രുതയുണ്ടായിരുന്ന പൊതുശത്രുക്കൾ കൊലപാതകത്തിനായി ഒന്നിക്കുകയായിരുന്നു. പ്രതികളായ എല്ലാവരെയും സംഘടിപ്പിച്ചതും കൊലപാതകം ആസൂത്രണം ചെയ്തതും ഒട്ടകം രാജേഷാണ്. ഒളിവിൽ പോകുന്നതിന് പണവും വാഹനവും തയ്യാറാക്കി വെച്ചും ജാമ്യത്തിലിറങ്ങുന്നതിനുള്ള വഴികൾ ആലോചിച്ചുറപ്പിച്ചുമാണ് രാജേഷ് അടങ്ങുന്ന സംഘം കൊലപാതകം നടത്തിയത്. കേസിലെ ഒന്നാം പ്രതിയായ സുധീഷ് ഉണ്ണിയുടെ അമ്മയ്ക്ക് നേരെ ബോംബെറിഞ്ഞതും സഹോദരനെ ആക്രമിച്ചതും കൊല്ലപ്പെട്ട സുധീഷ് ആയിരുന്നു. തന്നെ കൊല്ലാനായി സുധീഷ് 6 ലക്ഷം രൂപയുടെ കൊട്ടേഷൻ ഏറ്റെടുത്തിരുന്നതായും തന്നെ കിട്ടാതിരുന്നതോടെയാണ് അമ്മയെ ആക്രമിച്ചതെന്നുമായിരുന്നു ഒന്നാം പ്രതിയായ ഉണ്ണിയുടെ മൊഴി. ഇതിനു പുറമെ ഒട്ടകം രാജേഷിന്റെ ഗുണ്ടാ സംഘത്തിലുള്ളവരെ സുധീഷ് മർദ്ദിച്ചതും പ്രതികാരത്തിന് കാരണമായി. പോത്തൻകോട് കൊലപാതക കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ ഒട്ടകം രാജേഷ് ആദ്യമായാണ് ഒരു കേസിൽ ശിക്ഷിക്കപ്പെടുന്നത്. വിവിധ സ്റ്റേഷനുകളിൽ 2 കൊലപാതകങ്ങൾ ഉൾപ്പെടെ 28 കേസുകളിൽ അയാൾ പ്രതിയാണ്. 2004 കഠിനംകുളം പോലീസ് രജിസ്റ്റർ ചെയ്ത കൊലപാതക കേസിലും 2009 മംഗലപുരം പോലീസ് രജിസ്റ്റർ ചെയ്ത കൊലപാതക കേസിലും രാജേഷ് പ്രതിയെന്ന് പോലീസ് പറയുന്നു. നിരവധി പേരെ ആയുധം ഉപയോഗിച്ച് ആക്രമിച്ച കേസിലും പിടിച്ചുപറി കേസിലുമെല്ലാം പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ശിക്ഷ ഉണ്ടായിട്ടില്ല. ഉന്നത ബന്ധങ്ങൾ ഉപയോഗിച്ച് ഓരോ കേസിൽ നിന്നും ഊരിപ്പോകാൻ വേണ്ട പഴുതുകൾ ഒരുക്കാൻ ഒട്ടകം രാജേഷ് മിടുക്കനാണെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. പുകവലിയും മദ്യപാനവും വലിയ പ്രശ്നമാണ്. എന്നോട് ദയവായി ക്ഷമിക്കണം. നല്ല മനുഷ്യനാകാൻ ശ്രമിക്കാം. പുലിപ്പല്ല് കേസിൽ ജാമ്യം ലഭിച്ച ശേഷം റാപ്പർ വേടൻ പറഞ്ഞതാണിത്. അതെ, അയാൾക്കൊരു തെറ്റ് സംഭവിച്ചു. നന്നാകാനാണ് തീരുമാനമെങ്കിൽ അതിനുള്ള അവസരം കൊടുക്കേണ്ടതല്ലേ? കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ കേസിന് പിന്നാലെ പുലിപ്പല്ല് കേസ് കൂടി വന്നതോടെയാണ് വേടന് പിടിവീണത്. എന്നാൽ 2 ദിവസത്തിന് ശേഷം പെരുമ്പാവൂർ കോടതി വേടന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. വനംവകുപ്പിന്റെ വാദങ്ങൾ തള്ളിയാണ് കോടതിയുടെ നടപടി. പുലിപ്പല്ലെന്നറിയില്ലായിരുന്നുവെന്നും അന്വേഷണവുമായി സഹകരിക്കാമെന്നും വേടൻ കോടതിയിൽ അറിയിച്ചു. അതിനിടെ പിടിച്ചെടുത്ത പുലിപ്പല്ല് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. സമ്മാനമായി ലഭിച്ച വസ്തു പുലിപ്പല്ലാണെന്ന് അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നുവെങ്കിൽ ഉപയോഗിക്കില്ലായിരുന്നു. വേടന്റെ ഈ വാദങ്ങൾ കേട്ടതോടെയാണ് പുലിപ്പല്ല് കേസിൽ പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നൽകിയത്. അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കാൻ തയ്യാറാണ്. രാജ്യം വിട്ടുപോകില്ല. പാസ്പോർട്ട് സമർപ്പിക്കാനും തയ്യാറാണ്. പുലിപ്പല്ലെന്ന് വനംവകുപ്പ് പറയുന്നതല്ലാതെ ശാസ്ത്രീയമായ തെളിവൊന്നുമില്ല. തൊണ്ടി മുതൽ കണ്ടെടുത്തിട്ടുണ്ട്. വനംവകുപ്പ് കസ്റ്റഡിക്കായി അപേക്ഷ നൽകിയിട്ടില്ല. അതിനാൽ ജാമ്യം നൽകണമെന്നും വേടൻ കോടതിയിൽ അഭ്യർത്ഥിച്ചു. എന്നാൽ ജാമ്യാപേക്ഷയെ വനംവകുപ്പ് എതിർത്തുവെങ്കിലും അത് അംഗീകരിക്കാതെയാണ് കോടതിയുടെ നടപടി. രാജ്യം വിട്ടുപോകാൻ സാധ്യതയുണ്ടെന്നും തെളിവ് നശിപ്പിക്കുമെന്നുമായിരുന്നു വനംവകുപ്പിന്റെ വാദം. പുലിപ്പല്ല് നൽകിയതെന്ന് പറയുന്ന രഞ്ജിത്ത് കുമ്പിടി എന്നയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും വനംവകുപ്പ് കോടതി അറിയിച്ചു. നേരത്തെ തെളിവെടുപ്പിന് ശേഷമാണ് വേടനെ കോടതിയിൽ ഹാജരാക്കിയത്. രാവിലെ 6-നോടെയാണ് കോടനാട് നിന്ന് വനംവകുപ്പ് സംഘം വേടനുമായി തൃശൂരിലേക്ക് തിരിച്ചത്. ആദ്യം വിയ്യൂരിലെ സരസ ജ്വല്ലറിയിലെത്തിച്ച് വിവരങ്ങൾ ശേഖരിച്ചു. സന്തോഷ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ജ്വല്ലറിയിലാണ് വേടൻ പുലിപ്പല്ല് ലോക്കറ്റാക്കി മാറ്റിയത്. വേടനെ മുൻപരിചയമില്ലെന്നും വേടൻ മറ്റാരുടെയോ പരിചയത്തിലാണ് വന്നതെന്നും തെളിവെടുപ്പിന് ശേഷം ജ്വല്ലറി ഉടമ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ലോക്കറ്റിലുള്ളത് പുലിപ്പല്ലാണെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും ജ്വല്ലറി ഉടമ പ്രതികരിച്ചു. ഇതിനുശേഷം വേടന്റെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തി. തൃശൂരിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം വേടനെ കോടനാട്ടേക്ക് തിരികെ കൊണ്ടുപോയി. തുടർന്നാണ് കോടതിയിൽ ഹാജരാക്കിയത്. ൽ ചെന്നൈയിൽ വെച്ച് രഞ്ജിത്തും 2 സുഹൃത്തുക്കളും എത്തി പുലിപ്പല്ല് സമ്മാനിച്ചുവെന്നാണ് വേടന്റെ മൊഴി.
ഇൻസ്റ്റഗ്രാമിൽ അയാൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും നേരിട്ടറിയില്ല. വർഷങ്ങൾക്ക് മുൻപ് കുടുംബസമേതം UK കുടിയേറിയ രഞ്ജിത്ത് കുമ്പിടിക്ക് വേടനുമായി ബന്ധമുണ്ടോ എന്നാണ് വനം വകുപ്പ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലെ ചാറ്റുകൾ വീണ്ടെടുത്താൽ പുലിപ്പല്ലിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. രഞ്ജിത്താണ് പുലിപ്പല്ല് കൈമാറിയതെന്ന് വ്യക്തമായാൽ വേടനെതിരായ നായാട്ട് വകുപ്പ് ഒഴിവാക്കാനാകും. പുലിപ്പല്ല് കൈവശം വെച്ച വകുപ്പ് മാത്രമേ പിന്നീട് വേടനെതിരെ നിലനിൽക്കൂ. നിലവിൽ 3 മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് വേടനെതിരെ ചുമത്തിയിരിക്കുന്നത്. കേസിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. അത് കോടതിയുടെ കയ്യിലിരിക്കുന്ന കാര്യമായ കാരണം എന്നെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന എൻ്റെ സഹോദരന്മാരോടാണ്. ഇപ്പോൾ ഇവൻ്റെ പുകവലി മദ്യപാനമൊക്കെ ഭയങ്കര പ്രശ്നമാണ്, ബാഡ് ഇൻഫ്ലുവൻസ് ആണെന്ന് എനിക്കറിയാം. ചേട്ടനോട് ദയവ് ചെയ്ത് ക്ഷമിക്കണം. നല്ലൊരു മനുഷ്യനായി മാറാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. പോയിട്ട് വരാം. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് 9 അംഗ സംഘത്തിനൊപ്പം കഞ്ചാവുമായി വേടൻ പിടിയിലായിരുന്നു. ആ കേസിൽ ജാമ്യം കിട്ടിയെങ്കിലും പുലിപ്പല്ല് കേസിൽ വനം വകുപ്പ് വേടനെ അറസ്റ്റ് ചെയ്തു. കഞ്ചാവ് കേസിൽ പിടിയിലായ റാപ്പർ വേടനെ മറ്റു കേസുകളിൽ കുടുക്കിയതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന 6 ഗ്രാം കഞ്ചാവിന്റെ കേസ് 7 വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന ജാമ്യമില്ല പുലിവേട്ട കേസിലെത്തിയതിനു പിന്നിൽ വേടന്റെ നിറവും രാഷ്ട്രീയവുമാണെന്നാണ് വിമർശനം. ന്യൂസ് 18 കൊച്ചി. 5 ഗ്രാം കഞ്ചാവ് പിടികൂടിയ കേസിൽ വേടനെ വേട്ടയാടിയതാണ് നമ്മുടെ പോലീസും എക്സൈസും ഒക്കെ. എന്നാൽ പ്രതിഭ MLAയുടെ മകൻ കനിവിനോട് എക്സൈസിന് വലിയ കനിവാണ്. കനിവ് ഉൾപ്പെടെയുള്ള 9 അംഗ സംഘം കഞ്ചാവ് ഉപയോഗിച്ച കേസ് എക്സൈസ് അങ്ങ് ഒതുക്കി തീർത്തു. MLAയുടെ മകനെയും കൂട്ടുകാരെയും കേസിൽ നിന്ന് ഒഴിവാക്കി കോടതിയിൽ കുറ്റപത്രവും നൽകി. ലഹരി കേസിൽ നടത്തേണ്ട മെഡിക്കൽ പരിശോധന നടത്തിയില്ല. സാക്ഷിമൊഴിയും അട്ടിമറിച്ചു. അങ്ങനെ കേസിലെ പ്രാഥമിക നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ വരുത്തിയ വീഴ്ചയാണ് കനിവ് ഉൾപ്പെടെയുള്ളവർ കേസിൽ നിന്നും രക്ഷപ്പെടാൻ കാരണം. കഴിഞ്ഞ ഡിസംബർ 28-നാണ് കനിവ് ഉൾപ്പെടെയുള്ള 9 അംഗ സംഘത്തെ തകഴി പാലത്തിനടിയിൽ വെച്ച് കഞ്ചാവ് ഉപയോഗിച്ചു എന്ന പേരിൽ എക്സൈസ് പിടികൂടുന്നത്. സംഭവം മാധ്യമങ്ങളിൽ വാർത്തയായതോടെ എക്സൈസിനെയും മാധ്യമങ്ങളെയും കുറ്റപ്പെടുത്തി പ്രതിഭ MLA രംഗത്തെത്തി. എന്നാൽ MLAയുടെ മകൻ ഉൾപ്പെടെ 9 പേരെ പ്രതിചേർത്ത് എക്സൈസ് FIR രജിസ്റ്റർ ചെയ്തു. കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് കനിവ് ഉൾപ്പെടെയുള്ള പ്രതികളെ ഒഴിവാക്കിക്കൊണ്ട് എക്സൈസ് അമ്പലപ്പുഴ കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഒഴിവാക്കപ്പെട്ട 3 മുതൽ 9 വരെയുള്ള പ്രതികളുടെ ഉച്ഛ്വാസവായുവിൽ കഞ്ചാവിന്റെ ഗന്ധമുണ്ടായിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ കുട്ടനാട് റേഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ ജയരാജ് രേഖപ്പെടുത്തുമ്പോഴും അത് സ്ഥിരീകരിക്കാത്ത രീതിയിൽ വൈദ്യപരിശോധന ഈ കേസിൽ നടന്നിട്ടില്ല. ലഹരി കേസിൽ ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ട നടപടിക്രമമാണിത്. 9 അംഗ സംഘത്തെ ചിതറിയോടുന്ന നിലയിൽ കണ്ടുവെന്ന് മാത്രമാണ് ജയരാജ് കേസിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഞ്ചാവ് ഉപയോഗിക്കുന്നത് കണ്ടുവെന്ന് കണ്ടെത്തൽ എവിടെയുമില്ല. ഒരു കേസ് ഫ്രെയിം ചെയ്യുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് ഏറ്റവും ശ്രദ്ധിക്കുന്നത് താൻ കണ്ടെത്തിയ തെളിവുകൾക്ക് ബലം നൽകുന്ന സാക്ഷിമൊഴികൾ കേസിൽ രേഖപ്പെടുത്തുക എന്നതാണ്. എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ, ഈ കേസിൽ ആകെയുള്ള 2 സാക്ഷികളുടെയും മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രതികൾ കഞ്ചാവ് ഉപയോഗിക്കുന്നത് തങ്ങൾ കണ്ടിട്ടില്ല എന്നതാണ്. രാഷ്ട്രീയ സമ്മർദ്ദം ആവോളം ഉണ്ടായിരുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന കേസിൽ സാക്ഷിമൊഴികൾ പോലും അട്ടിമറിക്കപ്പെട്ടുവെന്ന് വ്യക്തം. അമ്പലപ്പുഴ കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിൽ പ്രതികളായുള്ളത് 2 പേർ മാത്രമാണ്. ഇവരിൽ നിന്ന് മാത്രമാണ് 3 ഗ്രാം കഞ്ചാവും വലിക്കുന്നതിനാവശ്യമായ ഉപകരണവും കണ്ടെത്തിയിട്ടുള്ളതെന്നും കുറ്റപത്രം വ്യക്തമാക്കുന്നു. ഇന്നലെ കേസിൽ ഇടക്കാല റിപ്പോർട്ടും ഇന്ന് കുറ്റപത്രവും ആലപ്പുഴ എക്സൈസ് നാർക്കോട്ടിക് സെൽ CI മഹേഷ് സമർപ്പിച്ചു. MLAയുടെ മകൻ ഉൾപ്പെട്ട ലഹരി കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് വീഴ്ച സംഭവിച്ചുവെന്ന വകുപ്പ് തല റിപ്പോർട്ട് എക്സൈസ് ആസ്ഥാനത്തെത്തിയിട്ട് മാസങ്ങൾ കഴിയുന്നു. എന്നാൽ അതിന്മേൽ ഒരു ചെറുവിരൽ പോലും അനക്കാൻ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രീയ സമ്മർദ്ദമാണ് കുട്ടനാട് റേഞ്ച് CI കൊണ്ട് ഇത്തരം നടപടികൾക്ക് ബോധപൂർവം വിധേയനാക്കിയതെന്ന ആരോപണം നിലനിൽക്കുന്നതിനിടയിലാണ് എക്സൈസിന്റെ ഈ നീക്കം. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയ്ക്കും
എവിടെ നിന്നാണ് ലഹരി ലഭിച്ചത്? അതിൻ്റെ ഉറവിടം തേടിയുള്ള അന്വേഷണത്തിലാണ് എക്സൈസ്. ഇതോടെ സംവിധായകൻ സമീർ താഹിറിനെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ ഫ്ളാറ്റ് സമീറിന്റെ പേരിലാണ്. കഴിഞ്ഞ ദിവസമാണ് സംവിധായകനായ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും ഈ ഫ്ളാറ്റിൽ നിന്നും കഞ്ചാവുമായി എക്സൈസ് പിടികൂടിയത്. സംവിധായകൻ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയ്ക്കും കഞ്ചാവ് കേസിൽ ജാമ്യം ലഭിച്ചുവെങ്കിലും അന്വേഷണം കൂടുതൽ ശക്തമാക്കാനാണ് എക്സൈസ് നീക്കം. ആദ്യപടിയായി ഫ്ളാറ്റ് ഉടമയായ സമീർ താഹിറിനെ ചോദ്യം ചെയ്യും. NDPS ആക്ട് പ്രകാരം ലഹരി ഉപയോഗിക്കാൻ സ്ഥലം നൽകുന്നതും കുറ്റകരമാണ്. സമീർ താഹിറിന്റെ അറിവോടെയാണ് ലഹരി ഉപയോഗം എന്ന് ചോദ്യം ചെയ്യലിൽ ബോധ്യപ്പെട്ടാൽ പ്രതി ചേർക്കും. അതേസമയം കഞ്ചാവ് വിതരണക്കാരനെ പരിചയപ്പെടുത്തിയ ആളെയും ചോദ്യം ചെയ്യുമെന്ന് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ വ്യക്തമാക്കി. കൂടുതൽ ആൾക്കല്ല, നമുക്ക് ആ ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്താണ് ഈ സമീർ താഹിർ എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ അയാൾ നമ്മൾ ഇന്നലെ അഡ്രസ്സ് ലൊക്കേറ്റ് ചെയ്തു, കണ്ടുപിടിച്ചു. ഇന്നാൾക്ക് ഇതിപ്പോൾ പോസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. ആൾക്ക് ഒരാഴ്ചക്കുള്ള ആൾ വന്നിവിടെ മൊഴി തരണം നമുക്ക്, എന്നിട്ട് നമ്മൾ അടുത്തത് തീരുമാനിക്കുള്ളൂ. പിന്നെ അതിലൊരു നാലാമത്തെ ഒരാളുണ്ട്, അയാളാണ് ഈ എന്ത് ചെയ്തത്, കഞ്ചാവ് അല്ല കൊടുത്തല്ല, അതായത് കഞ്ചാവ് കൊടുത്ത ആളെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ നമ്മൾ അയാളെ ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അയാൾ നാളായിട്ട് വന്ന് നമുക്ക് മൊഴി തരും. അപ്പോൾ നമുക്ക് കഞ്ചാവ് കൊണ്ടുവന്ന ആളെ അറിയാൻ പറ്റും. പിന്നെ നമ്മൾ അങ്ങനെ തുടരും. കഞ്ചാവ് പിടിച്ചെടുത്ത ഫ്ളാറ്റിൽ കുറെ നാളായി ലഹരി ഉപയോഗമുണ്ടെന്ന് വിവരം ലഭിച്ചിരുന്നു. അതേ തുടർന്നാണ് പരിശോധന ശക്തമാക്കിയത്. പിടിയിലായ സംവിധായകർക്ക് ഹൈബ്രിഡ് കഞ്ചാവ് കൈമാറിയ ഇടനിലക്കാരന്റെ ചില വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. ഇയാളുടെ ഫോൺ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. 2 മാസം മുമ്പ് ഇതേ ഫ്ളാറ്റിൽ എക്സൈസ് പരിശോധന നടത്തിയെങ്കിലും ഒന്നും ലഭിച്ചിരുന്നില്ല. ഓസ്ട്രേലിയൻ പ്രവാസി മലയാളിയായ ഒരാൾ കഞ്ചാവുമായി ഫ്ളാറ്റിൽ എത്തിയെന്ന വിവരത്തെ തുടർന്നാണ് എക്സൈസ് പരിശോധന നടത്തിയത്. സംവിധായകർക്കൊപ്പം അറസ്റ്റിലായ ഷാലിഖ് മുഹമ്മദ് എന്നയാൾ പ്രവാസിയാണ്. ഇയാളെ ചുറ്റിപ്പറ്റിയും കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ് എക്സൈസ്. ന്യൂസ് 18 കൊച്ചി. കൈക്കൂലി വാങ്ങാൻ സ്വന്തം വാഹനത്തിലെത്തും. പാവങ്ങളെയും സാധാരണക്കാരെയും കൊള്ളയടിക്കുന്ന പണം കൊണ്ട് ആഡംബര ജീവിതവും. കൊച്ചിൻ കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നയ്ക്ക് എത്ര ശമ്പളം കിട്ടിയാലും മതിയാകില്ല. എന്തെങ്കിലും ആവശ്യത്തിന് ഓഫീസിലെത്തുന്നവരിൽ നിന്ന് കൈക്കൂലി ചോദിക്കും. എന്നാൽ ഇത്തവണ സ്വപ്നയ്ക്ക് പണി കിട്ടി. കെട്ടിട നിർമ്മാണ പെർമിറ്റിനായി 15,000 രൂപ കൈക്കൂലി വാങ്ങുമ്പോഴായിരുന്നു വിജിലൻസ് സംഘം ഉദ്യോഗസ്ഥയെ പിടികൂടിയത്. കെട്ടിടത്തിന്റെ പെർമിറ്റിന് കൈക്കൂലിയായി 15,000 രൂപ വാങ്ങാനെത്തിയപ്പോഴാണ് കൊച്ചി കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്ന വിജിലൻസിന്റെ പിടിയിലായത്. പൊന്നുരുന്നിയിൽ വെച്ച് പണം കൈക്കൂലി വാങ്ങാൻ ശ്രമിക്കവെയാണ് വിജിലൻസ് സംഘം ഇവരെ കൈയോടെ പൊക്കിയത്. സ്വന്തം വാഹനത്തിലായിരുന്നു സ്വപ്ന എത്തിയത്. 5 നിലയുള്ള കെട്ടിടത്തിന് അംഗീകാരം നൽകണമെങ്കിൽ 5,000 രൂപ വെച്ച് 25,000 രൂപയാണ് അവർ ആവശ്യപ്പെട്ടത്. എന്നാൽ 15,000 നൽകിയാൽ മതിയെന്നും പിന്നീട് ഇവർ പറഞ്ഞതായി പരാതിക്കാരൻ അറിയിച്ചു. പിന്നാലെ പരാതിക്കാരൻ വിജിലൻസിനെ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. വൈറ്റിലയിൽ റോഡരികിൽ കാറിൽ വെച്ച് പണം വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടികൂടുകയായിരുന്നു. കൊച്ചി കോർപ്പറേഷനിലെ പല സോണൽ ഓഫീസുകളിലും കൈക്കൂലി വ്യാപകമാണെന്ന പരാതിയെ തുടർന്ന് വിജിലൻസ് പ്രത്യേകം പരിശോധന നടത്തിയിരുന്നു. ഇവർ പലരുടെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതായും പരാതിയുണ്ട്. അതിനായി സ്വന്തം വാഹനത്തിലാണ് സ്വപ്ന എത്താറുള്ളത്. ന്യൂസ് 18 കൊച്ചി. മംഗളൂരുവിൽ ആൾക്കൂട്ടം സംഘം ചേർന്ന് മലയാളി യുവാവിനെ കൊലപ്പെടുത്തിയതിന്റെ കാരണം എന്താണ്? പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യമാണ് പ്രകോപന കാരണമെന്നാണ് പ്രതികളുടെ മൊഴി. ക്രിക്കറ്റ് കളി കാണാൻ എത്തിയവരിൽ ചിലരും സമാനമായ മൊഴി നൽകിയിട്ടുണ്ടെങ്കിലും അത് വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ സ്ഥിരീകരിക്കാനാകൂ.
വയനാട് സ്വദേശി അഷ്റഫ് കൊല്ലപ്പെട്ട കേസിൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട്. കേസിൽ ഇതുവരെയും 20 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മംഗളൂരുവിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ വയനാട് സ്വദേശി അഷ്റഫ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. മംഗളൂരുവിന് സമീപം കുടുപ്പു ഭദ്ര കല്ലൂരുട്ടി ക്ഷേത്ര മൈതാനത്ത് പ്രാദേശിക ക്രിക്കറ്റ് ടൂർണമെന്റിനിടെയാണ് 30ഓളം വരുന്ന സംഘം പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചുവെന്നാരോപിച്ച് അഷ്റഫിനെ ചവിട്ടിയും വടികൊണ്ടടിച്ചും കൊലപ്പെടുത്തിയത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയായിരുന്നു സംഭവം. ആക്രി പെറുക്കി ഉപജീവനം നടത്തുന്ന അഷ്റഫ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ മംഗളൂരുവിലെത്തിയിരുന്നു. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളുള്ളതായി ബന്ധുക്കൾ പറയുന്നു. വീട്ടുകാരുമായി അകന്നു കഴിയുന്ന ഇയാൾ ഏറ്റവും ഒടുവിലായി പെരുന്നാളിനാണ് വീട്ടിലെത്തിയിരുന്നത്. ഒരിടത്തും സ്ഥിരമായി കഴിയാത്ത അഷ്റഫ് ഉപദ്രവകാരിയായിരുന്നില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. നിലവിലെ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്ന് സഹോദരൻ ജബ്ബാർ പ്രതികരിച്ചു. മൂപ്പര് എന്തെങ്കിലും ഒരു സംഘടനയിലോ ജസ്റ്റ് എന്തിനെങ്കിലും ഒരു പ്രവർത്തിക്കുന്ന ഒരാളല്ല. എന്തിനെങ്കിലും മറ്റുള്ള അങ്ങനെ ഒരു ചെറിയ ഒരു ഇതുപോലും ഇല്ല. അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ അങ്ങനെ വന്നിട്ടുള്ളത്? പിന്നെ അവിടുത്തെ നമുക്കിപ്പോൾ ഒരു ഇങ്ങനെ മൂപ്പര് ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുന്ന CCTV അങ്ങനെയൊക്കെ ഇതുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ഇത് പ്രകാരം അങ്ങനത്തെ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാവുന്ന ബാക്കിയൊക്കെ പോലീസാണ് അന്വേഷിക്കേണ്ടത്. അതിനിടെ അഷ്റഫിന്റെ മരണത്തിൽ തുടർ നടപടികൾക്കായി നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്നും സംസ്ഥാന സർക്കാർ പ്രശ്നത്തിൽ ഇടപെടണമെന്നും ആക്ഷൻ കമ്മിറ്റി അറിയിച്ചു. തീർച്ചയായും സംസ്ഥാന സർക്കാരിന്റെ ഒരു ഇടപെടൽ കൂടി ഇതിനകത്തുണ്ടാകണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ സംസ്ഥാനത്ത് ഒരു പൗരനാണ്, അതും ഒരു ചെറുപ്പക്കാരനാണ്. വളരെ ദാരുണമായ, വളരെ നിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ് നടന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഇതിൽ ശക്തമായ ഇടപെടൽ നടത്തണം എന്നുകൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അഷ്റഫിന്റെ കുടുംബം മലപ്പുറം വേങ്ങരയിൽ നിന്നാണ് വയനാട് പുൽപ്പള്ളിയിലെത്തിയത്. അഷ്റഫിന്റെ പിതാവും സഹോദരനും വയനാട് പുൽപ്പള്ളിയിൽ ഏറെ നാളായി കച്ചവടം നടത്തി വരികയായിരുന്നു. എന്നാൽ ഇവർക്ക് നാട്ടുകാരുമായി വലിയ ബന്ധമുണ്ടായിരുന്നില്ല. മാനസിക വെല്ലുവിളി നേരിടുന്ന അഷ്റഫ് ഇടയ്ക്കിടെ പുൽപ്പള്ളിയിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാറുണ്ട്. പുൽപ്പള്ളിയിലും ആക്രി പെറുക്കി വിറ്റാണ് അഷ്റഫ് ജീവിച്ചിരുന്നത്. അഷ്റഫിനെ പുൽപ്പള്ളിയിൽ സുഹൃത്തുക്കളുണ്ടായിരുന്നില്ല. ബന്ധുക്കളെല്ലാം വേങ്ങരയിലായതിനാലാണ് മൃതദേഹം അവിടേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. 30ഓളം പേർ ചേർന്നാണ് ആക്രമണം നടത്തിയെന്നാണ് FIR. പരിസര പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങളും ടെലിഫോൺ രേഖകളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. സംഭവത്തെ ആഭ്യന്തര വകുപ്പും ഗൗരവമായാണ് കാണുന്നത്. കേസിൽ മുഴുവൻ പ്രതികളെയും പിടികൂടുമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി G. പരമേശ്വര വ്യക്തമാക്കി. അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മംഗളൂരുവിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 മംഗളൂരു. കോട്ടയം ഏറ്റുമാനൂരിൽ മക്കൾക്കൊപ്പം ആത്മഹത്യ ചെയ്ത മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജിസ്മോൾ കൊടിയ പീഡനങ്ങളാണ് ഭർത്തൃവീട്ടിൽ നേരിട്ടത്. ജിസ്മോൾ പിതാവിനയച്ച ശബ്ദരേഖയടക്കം തെളിവായതോടെ ഭർത്താവിനും ഭർത്തൃപിതാവിനും കുരുക്ക് വീണു. ആത്മഹത്യാ പ്രേരണാ കുറ്റവും ഗാർഹിക പീഡനവും വ്യക്തമാക്കുന്നതായിരുന്നു പ്രതികളുടെ മൊഴികൾ. അതോടെ ഭർത്താവ് ജിമ്മിയും പിതാവ് ജോസഫും അറസ്റ്റിലായി. രോഗിയായ ജിമ്മിയുടെ മാതാവിനെതിരെ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പോലീസിന്റെ നിലപാട്. ജിസ്മോളുടെ ഭർത്താവ് ജിമ്മി, ഭർത്തൃപിതാവ് ജോസഫ് എന്നിവരെയാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജിസ്മോളുടെ ഉൾപ്പെടെ 3 പേരുടെയും ഫോണുകൾ പരിശോധിച്ചതാണ് കേസിൽ നിർണായകമായത്. ജിസ്മോൾ ഗാർഹിക പീഡനത്തിനിരയായെന്ന് വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ പോലീസിന് ലഭിച്ചു. ഇതോടെയാണ് ഇരുവരെയും വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചത്. ഇതിനു പിന്നാലെ വൈകുന്നേരം 5:30 അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ജിമ്മിയുടെ മാതാവിനെതിരെയും മൂത്ത സഹോദരിക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇവർക്കെതിരെ കേസെടുക്കാൻ നിലവിൽ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്.
ഏപ്രിൽ 15-നാണ് അയർക്കുന്നം നീറിക്കാടിന് സമീപം പുഴയിൽ ചാടി ജിസ്മോളും മക്കളായ നേഹയും നോറയും ആത്മഹത്യ ചെയ്തത്. കേസിൽ ശക്തമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്നലെ മുഖ്യമന്ത്രിക്ക് ജിസ്മോളുടെ കുടുംബം പരാതി നൽകിയിരുന്നു. നിറത്തിന്റെ പേരിലും സ്ത്രീധനത്തിന്റെ പേരിലും ജിസ്മോൾ നിരന്തരം പീഡനത്തിനിരയായിരുന്നതായി കുടുംബം പരാതിപ്പെടുന്നു. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. സ്വന്തക്കാരെ പോലും വിശ്വസിക്കാനാകാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവരെ വിശ്വസിച്ച് പെൺമക്കളെ വീട്ടിൽ നിർത്താൻ പോലും കഴിയാത്ത അവസ്ഥ. മലപ്പുറത്ത് 9 വയസ്സുകാരിയെ പലതവണ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ബന്ധുവിന് ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാനാണ് മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതി ഉത്തരവിട്ടത്. ഇത്തരക്കാർക്കുള്ള മുന്നറിയിപ്പാകട്ടെ ഈ ശിക്ഷാവിധി. ഒൻപത് വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് പ്രതിയായ ബന്ധുവിന് മഞ്ചേരി പോക്സോ കോടതി 110 വർഷം കഠിന തടവും 8,21,000 രൂപ പിഴയും വിധിച്ചത്. 2022 സെപ്റ്റംബർ 20-ന് പ്രതിയുടെ വീട്ടിൽ വെച്ചും തുടർന്ന് പല ദിവസങ്ങളിലായി പെൺകുട്ടിയെ പ്രതി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയിരുന്നു. അരീക്കോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജ് അഷ്റഫ് MA ശിക്ഷ വിധിച്ചത്. പിഴത്തുക അതിജീവിതയ്ക്ക് നൽകാനും കൂടുതൽ നഷ്ടപരിഹാരത്തിനായി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയോട് ശുപാർശ ചെയ്യാനും കോടതി ഉത്തരവിട്ടു. പിഴ അടച്ചില്ലെങ്കിൽ 15.5 മാസം അധിക തടവും അനുഭവിക്കണം. അരീക്കോട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ആൽബി തോമസ് വർക്കി രജിസ്റ്റർ ചെയ്ത് ആദ്യം അന്വേഷണം നടത്തിയ കേസിൽ ഇൻസ്പെക്ടർ ആദം ഖാൻ തുടരന്വേഷണം നടത്തി. ഇദ്ദേഹമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് A സോമസുന്ദരൻ ഹാജരായി. പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 മലപ്പുറം. നിർത്തിയിട്ട കാറിൽ അസ്വാഭാവികമായ സാഹചര്യത്തിൽ യുവതി ഉൾപ്പെടെ 3 പേർ. സംശയം തോന്നിയ പോലീസ് കാർ പരിശോധിച്ചതോടെ MDMA കണ്ടെടുത്തു. കണ്ണൂർ പയ്യന്നൂരിലാണ് പോലീസിന്റെ പരിശോധനയിൽ MDMAയുമായി യുവതിയടക്കം 3 പേർ അറസ്റ്റിലായത്. പെരുമ്പാ സ്വദേശി ഷഹബാസ്, എടാട്ട് സ്വദേശികളായ ഇജിനാസ്, പ്രജിത എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കുഞ്ഞിമംഗലം എടാട്ടുതുരുത്ത് റോഡിലെ P പ്രജിത, KP ഷിജിനാസ്, വിൽപ്പനയ്ക്കായി MDMA എത്തിച്ച പെരുമ്പ കൊറം റോഡിലെ P ഷഹബാസ് എന്നിവരാണ് അറസ്റ്റിലായത്. റോഡിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട വാഹനം പരിശോധിച്ചപ്പോഴാണ് മാരക രാസലഹരിയായ MDMA കണ്ടെത്തിയത്. നിർത്തിയിട്ട കാറിൽ അസ്വാഭാവിക സാഹചര്യത്തിൽ 3 പേരെ കണ്ടതോടെയാണ് പോലീസ് വാഹനം പരിശോധിച്ചത്. പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞു സൂക്ഷിച്ച നിലയിലായിരുന്നു MDMA. തൃശൂർ സ്വദേശി ഷഫീഖ് എന്നയാളിൽ നിന്നാണ് MDMA വാങ്ങിയതെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകി. ലഹരി ഉപയോഗത്തിനുള്ള ട്യൂബും ഡിജിറ്റൽ ത്രാസും കാറിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. പയ്യന്നൂർ DYSP PK വിനോദ് കുമാറിന്റെയും ഇൻസ്പെക്ടർ KP ശ്രീഹരിയുടെ നേതൃത്വത്തിൽ SIമാരായ P യദുകൃഷ്ണൻ, K ഹേമന്ത് കുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. അതേസമയം സ്കൂൾ പരിസരം, ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, ലേബർ ക്യാമ്പുകൾ എന്നിവിടങ്ങളിൽ പോലീസും ഡാൻസ് സ്റ്റാഫും സംയുക്തമായി നടത്തിയ പരിശോധനകളിൽ 2.37 കോടിയുടെ ലഹരി വസ്തുക്കളാണ് ഇതുവരെ പിടികൂടിയത്. ന്യൂസ് 18 കണ്ണൂർ. ഗൂഗിൾ ലൊക്കേഷൻ ഉപയോഗിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘം കാസർഗോഡ് പിടിയിലായി. പണം ഓൺലൈനിലൂടെ ട്രാൻസ്ഫർ ചെയ്താൽ മയക്കുമരുന്ന് ഒളിപ്പിച്ച സ്ഥലത്തിന്റെ ഗൂഗിൾ ലൊക്കേഷൻ നൽകിയാണ് ഇവരുടെ വിൽപ്പന. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി മയക്കുമരുന്ന് കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലടച്ചു. ജില്ലയിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു നടപടിയെന്ന് പോലീസ് പറയുന്നു.
കേരളത്തിലേക്ക് വൻതോതിൽ രാസലഹരിയായ MDMA ഉൾപ്പെടെ എത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനികളാണ് പോലീസ് വലയിലായത്. കോഴിക്കോട് പെരുങ്കുഴിപ്പാടം ചോറൂട്ടി ഹൗസിലെ രഞ്ജിത്ത്, മടിക്കേരി സ്വദേശി സഫാദ് എന്നിവരെയാണ് ബദിയടുക്ക പോലീസ് അറസ്റ്റ് ചെയ്തത്. ബംഗളൂരു കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പ്രവർത്തനം. ഏജന്റുമാർ മുഖേനയാണ് വിൽപ്പന. ആവശ്യമുള്ള ലഹരിമരുന്നിന്റെ അളവും നിരക്കും ഉറപ്പിച്ച ശേഷം തുക ഓൺലൈനായി നൽകിയാൽ ലഹരി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഗൂഗിൾ ലൊക്കേഷൻ വാട്സാപ്പിൽ കൈമാറുന്നതാണ് ഇവരുടെ രീതി. പെർള ചെക്ക് പോസ്റ്റിന് സമീപത്തു നിന്ന് 84 ഗ്രാം MDMA പിടിച്ച കേസിന്റെ തുടരന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടാനായത്. അറസ്റ്റിലായ രഞ്ജിത്ത് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ ചെറുകിട കച്ചവടക്കാർക്ക് ലഹരി മരുന്ന് എത്തിച്ചു കൊടുക്കുന്നതായും കണ്ടെത്തി. സംഘത്തിലുൾപ്പെട്ട മറ്റു പ്രതികൾക്കായും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിനിടെ നിരവധി മയക്കുമരുന്ന് കേസുകളിലെ പ്രതിയായ ബഡാജ സ്വദേശി സൂരജ് റായിയെ PIT NDPC ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അടച്ചു. കാസർഗോഡ് ജില്ലയിൽ ആദ്യമായാണ് മയക്കുമരുന്ന് കടത്തുകളിൽ പ്രതിയായവർക്കെതിരെ ഇത്തരം നടപടി സ്വീകരിക്കുകയെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ പട്ടാപ്പകൽ പൊതുനിരത്തിൽ കവർച്ച. മണ്ണഞ്ചേരി കോർത്തുശ്ശേരി ജംഗ്ഷനിൽ ബൈക്കിലെത്തിയ സംഘം സ്കൂട്ടർ യാത്രികയുടെ 3.5 പവൻ സ്വർണ്ണമാല കവർന്നു. കവർച്ചാ സംഘത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മറ്റെവിടെയെങ്കിലും ഇതേ സംഘം കവർച്ച നടത്തിയിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 2:30 മണ്ണഞ്ചേരി കോർത്തശ്ശേരി ജംഗ്ഷനിൽ വെച്ച് പൊള്ളേത്തി സ്വദേശി മേഴ്സിയുടെ സ്വർണ്ണമാല ബൈക്കിലെത്തിയ സംഘം കവർന്നത്. റോഡ് സൈഡിൽ സ്കൂട്ടർ നിർത്തിയ സമയത്താണ് ഹെൽമറ്റ് ധരിച്ചെത്തിയ 2 പേർ മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞത്. സമീപത്തെ കടയിലെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കവർച്ചയ്ക്ക് പിന്നിൽ മോഷണത്തിൽ പരിശീലനം ലഭിച്ച പുറത്തുനിന്നുള്ള യുവാക്കളാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. കവർച്ചാ സംഘം മാല പൊട്ടിക്കുന്നതിനിടെ സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ മേഴ്സിക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കോർത്തശ്ശേരിയിലെ കവർച്ചയ്ക്ക് മുമ്പ് സംഘം കുത്തിയതോടെ മറ്റൊരു സ്ത്രീയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടുത്തെയും CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. പ്രതികൾക്കായി മണ്ണഞ്ചേരി പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ഊർജിതമാക്കി. മറ്റെവിടെയെങ്കിലും ഇതേ സംഘം കവർച്ച നടത്തിയിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പ്രതിയെ ഇതുവരെയും കണ്ടെത്താനാകാത്തത് പോലീസിന്റെ വീഴ്ചയാണ്. പ്രതി സുഖാന്ത് എവിടെയുണ്ടെന്ന ഒരു സൂചനയുമില്ല. രാജ്യം വിടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അതിനിടെ സുഖാന്തിനെ കണ്ടെത്താൻ പോലീസ് അയാളുടെ വീട്ടിൽ ലുക്കൌട്ട് നോട്ടീസ് പതിപ്പിച്ചു. പ്രതിയെക്കുറിച്ച് വിവരം ലഭിച്ചാൽ പോലീസിനെ അറിയിക്കാനും നിർദ്ദേശമുണ്ട്. എടപ്പാൾ ശുഗപുരം പെട്രോൾ പമ്പിന് എതിർവശത്തുള്ള സുഗാന്ത് സുരേഷിന്റെ വീടിന്റെ പരിസരത്തും ഗേറ്റിലുമാണ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പതിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയോടെ പേട്ട SI ബാലുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഗ്രാമപഞ്ചായത്ത് അംഗം ES സുകുമാരന്റെ സാന്നിധ്യത്തിലാണ് വീട്ടിലെത്തിയത്. തുടർന്ന് വീടിന്റെ ഗേറ്റ്, മതിൽ എന്നിവിടങ്ങളിൽ നോട്ടീസ് പതിച്ചു. നോട്ടീസിൽ കേസ് നമ്പറും പ്രതിയുടെ ചിത്രവും ഉൾപ്പെടെയുണ്ട്. പ്രതിയെ കണ്ടാൽ ബന്ധപ്പെട്ട ഫോൺ നമ്പറുകളിൽ വിവരം അറിയിക്കണമെന്നും നോട്ടീസിൽ പറയുന്നു. മേഘയുടെ മരണത്തിന് ഉത്തരവാദിയെന്നാരോപിച്ച് കുടുംബം നൽകിയ പരാതിയിലാണ് സുഗാന്തിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നാലെ സുഗാന്തും കുടുംബവും ഒളിവിൽ പോയി. അതിനുശേഷമാണ് പോലീസ് അന്വേഷണം ശക്തമാക്കിയത്. ഇതേ തുടർന്ന് പോലീസ് സുഗാന്തിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുകയായിരുന്നു. മരണത്തിന് പിന്നിലെ യാഥാർത്ഥ്യം പുറത്തെത്തിക്കണമെന്നാവശ്യപ്പെട്ട് മേഘയുടെ കുടുംബം നിയമ പോരാട്ടത്തിലാണ്. ന്യൂസ് 18 തിരൂർ. പാലക്കാട് തിരുവേഗപ്പുറയിൽ
അർദ്ധരാത്രിയിൽ വീട്ടിലെത്തി യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം. വിളത്തൂർ സ്വദേശി രതീഷിനാണ് പരിക്കേറ്റത്. കയ്യിലും കഴുത്തിലും പരിക്കേറ്റ രതീഷ് വളാഞ്ചേരി ആശുപത്രിയിൽ ചികിത്സയിലാണ്. മോഷണശ്രമത്തിനുള്ള ആക്രമണമെന്നാണ് സൂചന. കേസിൽ പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. തിരുവേഗപ്പുറ വിളത്തൂർ സ്വദേശിയായ രതീഷ് ഈ സമയം വീടിന് പുറത്തിറങ്ങിയപ്പോൾ ഒരാൾ വീട്ടുമുറ്റത്ത് പതുങ്ങി നിൽക്കുന്നത് കണ്ടു. ആരെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ രതീഷിനെ ആക്രമിച്ചു. ആക്രമണത്തിൽ രതീഷിന്റെ കൈക്കും കഴുത്തിനും കുത്തേറ്റു. വിവരമറിഞ്ഞ വീട്ടുകാരെത്തി രതീഷിനെ വളാഞ്ചേരി നടക്കാവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് എൻ്റെ പുറകിൽ നിൽക്കുന്നുണ്ട്. അവിടെ അടുത്തേക്ക് ചെന്നപ്പോൾ പെട്ടെന്ന് കയ്യിലുള്ള എന്തോ വെച്ചിട്ട് വീശി. അതിന് കയ്യിൽ തട്ടും ചെയ്ത് കഴുത്തിൽ വെട്ട് കൊള്ളും ചെയ്ത്. ഇവിടെ പിടിച്ച് നോക്കുമ്പോൾ ഫുള്ള് ചോരയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആൾ ഓടിപ്പോയി. പിന്നീട് ആൾക്കാരൊക്കെ വന്ന് തിരഞ്ഞു നോക്കുമ്പോൾ ആളെ കിട്ടിയില്ല. ഒന്നും ഉറപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ബംഗാളിയാണോ മലയാളിയാണോ എന്നുള്ളത് ഞങ്ങളൊരു കണ്ടു, പക്ഷേ അത്ര കൈക്കും കഴുത്തിനും പരിക്കേറ്റ രതീഷ് ചികിത്സയിലാണ്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയെങ്കിലും അക്രമിയെ കണ്ടെത്താനായിട്ടില്ല. ആക്രമണത്തിന് ശേഷം പ്രതി ഓടി രക്ഷപ്പെട്ടിരുന്നു. മോഷ്ടാവാണെന്ന സംശയത്തിൽ പരാതി നൽകിയിരിക്കുകയാണ് കുടുംബം. സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സമീപത്തുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുന്നുണ്ട്. ന്യൂസ് 18 തിരൂർ. യഥാർത്ഥ പേര് ബിജു ആന്റണി. പ്രമാദമായ കേസുകൾക്ക് പിന്നാലെ പോയതോടെ അഡ്വക്കേറ്റ് BA ആളൂരായി. കേരളം ഞെട്ടിത്തെറിച്ചുപോയ 2011 സൗമ്യ എന്ന പെൺകുട്ടിയുടെ കൊലപാതകത്തിൽ പ്രതി ഗോവിന്ദച്ചാമിക്ക് വേണ്ടി ആളൂർ ആദ്യമായി ഹാജരാകുമ്പോൾ കേരളത്തിനത് നടുക്കമായിരുന്നു. പിന്നീട് വെറുപ്പായി മാറി. എന്നാൽ പ്രമാദമായ പല കേസുകളിലും അയാൾ പ്രതിഭാഗം അഭിഭാഷകനായി. ആളൂർ വക്കീലിന്റെ മരണത്തോടെ സംസ്ഥാനത്തെ കൊടും ക്രിമിനലുകളുടെ ആശാകേന്ദ്രമാണ് ഇല്ലാതായിരിക്കുന്നത്. ട്രെയിനിൽ വെച്ച് സൗമ്യ എന്ന യുവതി ക്രൂരമായി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കേസിന് പിന്നാലെയാണ് അഡ്വക്കേറ്റ് ആളൂർ എന്ന പേര് ഉയർന്നു കേട്ടത്. 2011 ഫെബ്രുവരി 1 കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയായിരുന്ന 23-കാരി സൗമ്യ കൊച്ചി ഷൊർണൂർ പാസഞ്ചറിൽ വെച്ച് ബലാത്സംഗത്തിന് ഇരയാവുകയും കൊല്ലപ്പെടുകയും ചെയ്തു. ആ കേസ് ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒന്നായിരുന്നു. സൗമ്യയുടെ കൊലയാളിയായ ഗോവിന്ദച്ചാമിക്കെതിരെ ജനരോഷം ഇരമ്പിയപ്പോൾ പ്രതിക്കായി വാദിക്കുമെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയ ആളാണ് ആളൂർ. ഗോവിന്ദച്ചാമിക്കായി ഹാജരാകുന്നതിൽ വ്യാപകമായ എതിർപ്പ് ഉയർന്നുവെങ്കിലും ആളൂർ പിന്മാറിയില്ല. സുപ്രീം കോടതിയിലെത്തി വാദിച്ച് ഗോവിന്ദച്ചാമിയുടെ കൊലക്കുറ്റവും കൊലക്കയറും ഒഴിവാക്കിയ ആളൂരിനെ തേടി കൊടും ക്രിമിനലുകൾ ഒന്നൊന്നായി എത്തി. പിന്നീട് കോളിളക്കം സൃഷ്ടിച്ച നിരവധി കേസുകളിൽ പ്രതിഭാഗം വക്കീലായിരുന്നു ആളൂർ. പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനി കൊല ചെയ്യപ്പെട്ട കേസിലെ പ്രതി അമീറുൽ ഇസ്ലാമിനു വേണ്ടി ആളൂർ ഹാജരായപ്പോഴും ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ പ്രതിഷേധമുയർന്നു. കൂടത്തായി ജോളി കേസിലും ഇലന്തൂർ നരബലി കേസിലും പ്രതിഭാഗം അഭിഭാഷകനായി. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ സംഭവത്തിൽ ഒന്നാം പ്രതി പൾസർ സുനിയുടെ ആദ്യ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ആളൂർ ആയിരുന്നു. ഡോക്ടർ വന്ദനാദാസ് വധക്കേസിലെ പ്രതി സന്ദീപ്, കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടി ചോർ എന്ന ദേവിന്ദർ സിംഗ് തുടങ്ങി കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കേരളം ചർച്ച ചെയ്ത ഒട്ടുമിക്ക കുറ്റകൃത്യങ്ങളിലും പ്രതികൾക്കായി ഹാജരായത് അഡ്വക്കേറ്റ് ആളൂരാണ്.
ഏതു കുറ്റവാളികൾക്കും സമീപിക്കാവുന്ന ആളാണ് അഡ്വക്കേറ്റ് ആളൂർ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത. കക്ഷികൾ കുറ്റം ചെയ്തിട്ടുണ്ടോ, നിഷ്കളങ്കരോ എന്ന് നോക്കാറില്ലെന്നും പ്രതിഫലം ലഭിച്ചാൽ കേസ് ഏറ്റെടുക്കുമെന്നും ഗോവിന്ദചാമിക്ക് വേണ്ടി ഹാജരാകുന്ന സമയത്ത് ആളൂർ പറഞ്ഞിരുന്നു. തൃശൂരിലും പിന്നീട് പൂനെയിലുമായി പഠനവും ചെറുപ്പകാലവും പൂർത്തിയാക്കിയ ആളൂർ 1999 ആണ് അഭിഭാഷകനായി എൻറോൾ ചെയ്തത്. 4 വർഷത്തോളം കേരളത്തിലെ വിവിധ കോടതികളിൽ പ്രാക്ടീസ് ചെയ്തു. ക്രിമിനൽ കേസുകളിലൂടെ തന്നെയായിരുന്നു തുടക്കം. പിന്നീട് മഹാരാഷ്ട്ര, തമിഴ്നാട് സംസ്ഥാനങ്ങളിലും കേസുകൾ ഏറ്റെടുത്തിരുന്നു. ന്യൂസ് 18 കൊച്ചി. കുട്ടികളെയും സ്ത്രീകളെയും ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവർക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം ഒരു പോക്സോ കേസ് ഉൾപ്പെടെ 2 ലൈംഗിക അതിക്രമ കേസുകളിലാണ് കോടതി ശിക്ഷ വിധിച്ചത്. കടയ്ക്കാവൂരിൽ വീട്ടമ്മയെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് ജീവപര്യന്തം വരെയും തടവാണ് ശിക്ഷ. ചിറയൻകീഴ് സ്വദേശി സുജിത് കുമാർ 1 ലക്ഷം രൂപ പിഴയും അടയ്ക്കണമെന്നാണ് ഉത്തരവ്. കൊല്ലം കൊട്ടാരക്കരയിൽ 9 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ യുവാവിന് 60 വർഷം കഠിന തടവാണ് ശിക്ഷ വിധിച്ചത്. മൈലം സ്വദേശി 34-കാരനായ ജേക്കബ് പെൺകുട്ടിയെ നിരന്തരം പീഡനത്തിന് ഇരയാക്കിയെന്നായിരുന്നു കേസ്. ഈ ശിക്ഷാവിധികൾ ഒരു മുന്നറിയിപ്പാണ്. കുഞ്ഞുങ്ങളെ വേട്ടയാടുന്നവർ ഇനി പുറത്തിറങ്ങരുതെന്ന താക്കീതാണ്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.